കണ്ണൂർ സെൻട്രൽ ജയിൽ കഫ്റ്റീരിയ തുറന്നു. ഹോട്ടലുകൾക്ക് സമാനമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനത്തോടെയാണ് കഫ്റ്റീരിയ ഒരുക്കിയത്. മായമില്ലാതെ മിതമായ വിലയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കുമെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു പറഞ്ഞു. കണ്ണൂർ പള്ളിക്കുന്നിൽ സെൻട്രൽ ജയിലിന് സമീപത്ത് തന്നെയാണ് കഫ്റ്റീരിയ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ മായമില്ലാത്ത ഭക്ഷണം എന്നതാണ് ജയിൽ നൽകുന്ന വാഗ്ദാനം. ഫ്രീഡം ഫുഡ് ഇതിനകം തന്നെ ഭക്ഷണപ്രേമികളുടെ മനം കവർന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി വിപുലീകരിക്കുകയാണ് കണ്ണൂരിൽ. കഫ്റ്റീരിയയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആധുനികമായ ഒരു ഹോട്ടലിന്റെ സംവിധാനത്തിലേക്ക് കഫ്റ്റീരിയ ഒരുക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ ബിരിയാണിയും ചപ്പാത്തിയും ഉൾപ്പെടെയുള്ള ഫ്രീഡം ഫുഡുകളാണ് കഫ്റ്റീരിയയിൽ ലഭിക്കുകയെന്നും 1-2 മാസത്തിനുള്ളിൽ പൂർണ്ണതോതിൽ കഫ്റ്റീരിയ പ്രവർത്തനം തുടങ്ങുമെന്നും സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ടേക്ക് അവേ കൗണ്ടറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഒരു 2-3 മാസത്തിനകത്ത് ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാവുന്നതാണ്. നിലവിൽ ആദ്യത്തെ 2 മാസം ഞങ്ങളുടെ ഫ്രീഡം ഫുഡ് യൂണിറ്റിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ നൽകുന്നതാണ്. വിപണിയിൽ എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതൊക്കെ നമ്മുടെ കഫറ്റീരിയയിലും ലഭ്യമാക്കണം എന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് സമയമെടുക്കും. അന്തേവാസികൾക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകേണ്ടതുണ്ട്, മറ്റുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ ഞങ്ങൾ അടുത്ത 2-3 മാസങ്ങൾ കൊണ്ട് ഒരുക്കി പൊതുജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം ഞങ്ങളുടെ കഫറ്റീരിയയിൽ നിന്ന് നൽകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. 2 നിലകളിലാണ് കഫ്റ്റീരിയ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത്. താഴത്തെ നിലയിലാണ് 36 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ളത്. 2ാം നിലയിൽ 100 പേർക്ക് ഇരിക്കാവുന്ന പൊതുചടങ്ങുകൾക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്ന ഹാളും ഒരുക്കിയിട്ടുണ്ടെന്ന് സൂപ്രണ്ട് പറഞ്ഞു. മുകളിലെ നില 100 പേർക്ക് ഉള്ള എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾക്കുമായിട്ട് വിട്ടു നൽകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് ഉൾപ്പെടെ ഭക്ഷണം കുറഞ്ഞ ചെലവിൽ കഴിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ടേക്ക് അവേ കൗണ്ടറുകൾ, ശുചിമുറി, കുട്ടികളുടെ പാർക്ക്, ഹട്ടുകൾ എന്നിവയാണ് അനുബന്ധമായി ഒരുക്കിയിട്ടുള്ളത്. കഫ്റ്റീരിയയുടെ ഓപ്പൺ ഏരിയയിൽ വിശ്രമിക്കാനും സായാഹ്നം ചെലവഴിക്കാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ കുറവാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൂടി പരിഹരിക്കാൻ കഴിഞ്ഞാൽ കഫ്റ്റീരിയയുടെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാൻ കഴിയുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കഫ്റ്റീരിയയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ വി സുമേഷ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.